അശമന്നൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തന മികവിന്റെ 15ാം വർഷത്തിലേക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും സൗജന്യ പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. അശമന്നൂർ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിലായിരുന്നു പരിപാടികൾ. അശമന്നൂർ പഞ്ചായത്തിൽ സഹകരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറന്ന അശമന്നൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തന മികവിന്റെ 15 വർഷങ്ങൾ പിന്നിടുന്നു. നാടിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, നിർധനരായ കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി അവർക്ക് പഠനോപകരണങ്ങൾ നൽകുക, ആരോഗ്യം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഇടപെടുക എന്നിങ്ങനെ അനേകം പദ്ധതികളാണ് സംഘം നടത്തിവരുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും സൗജന്യ പഠനോപകരണ വിതരണവും ശനിയാഴ്ച അശമന്നൂർ പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടന്നു. ബെന്നി ബെഹനാൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. അശമന്നൂർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 3 പരിപാടികളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത്. ഈ യോഗത്തിൽ അശമന്നൂർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 15 വർഷക്കാലമായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനം സലീം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ആരംഭകാലം മുതൽ ഈ സഹകരണ പ്രസ്ഥാനവുമായി സഹകരിക്കാൻ ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ചെറുതും വലുതുമായ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസാനിക്കും. 15 വർഷക്കാലം കൊണ്ട് ഈ സഹകരണ സംഘം ഒട്ടേറെ വളർന്ന് അധ്യക്ഷനോട് സൂചിപ്പിച്ചു. ഒരു സഹകരണ പ്രസ്ഥാനം എന്ന നിലയിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുക എന്നത് മാത്രമല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ അവശതയെ അനുഭവിക്കുന്ന പ്രയാസമനുഭവിക്കുന്ന ഒട്ടേറെ വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ അവരെ ചേർത്ത് പ്രോത്സാഹനം കൊടുക്കേണ്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ ഈ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് കഴിഞ്ഞ 15 വർഷത്തെ ഈ സൊസൈറ്റിയുടെ പ്രവർത്തന കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞ ഗുണപരമായ കാര്യം. അശമന്നൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് NM സലീം അധ്യക്ഷത വഹിച്ചു. അശമന്നൂർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കഴിഞ്ഞ 15 വർഷക്കാലമായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ ആരംഭിച്ച വർഷം മുതൽ ഇന്ന് വരെ ഓരോ വർഷവും 15 ലക്ഷത്തോളം രൂപ വരുന്ന ചികിത്സാ ധനസഹായവും കുട്ടികളുടെ പഠന ഉപകരണ വിതരണവും മറ്റ് സാമൂഹിക പ്രവർത്തനവും നടത്തി ഒരു വർഷം ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പദ്ധതികൾക്കാണ് വർഷം തോറും നമ്മളൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ സൊസൈറ്റി തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഈ നാടിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും മുൻപന്തിൽ നിന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോവിഡ് വന്നപ്പോഴും മഹാപ്രളയം വന്നപ്പോഴും അതിനുശേഷമുണ്ടായ പല ദുരന്തങ്ങളിലും നമ്മുടെ ഈ നാടിനോടൊപ്പം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ 15 വാർഡിലും എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും ഒരു ബാങ്ക് എന്നുള്ള രീതിയിൽ, ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഈ ജനങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതിലുള്ള മെമ്പർഷിപ്പുള്ള അംഗങ്ങൾക്ക് മാത്രമല്ല, ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതുപോലെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിട്ടുള്ള കുട്ടികളെയും അതുപോലെ നിർദ്ധരായ പാവപ്പെട്ട രോഗികളെയും അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാൻസർ അടക്കമുള്ള ഡയാലിസിസ് ചെയ്യുന്ന അടക്കമുള്ള രോഗികൾക്ക് അവരുടെ ചികിത്സാ ധനസഹായത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ സാമ്പത്തിക സഹായമൊക്കെ ഈ ബാങ്ക് തുടക്കം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ അശമന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് ബഹുമാന്യനായ MP ശ്രീ ബെന്നി ബെഹനാനും പ്രിയപ്പെട്ട MLA ശ്രീ മനോജ് മൂത്തേടനെയും മറ്റ് ജനപ്രതിനിധികളുടെയും മറ്റ് സാമൂഹിക പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യത്തിൽ അതിവിപുലമായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. സംഘം വൈസ് പ്രസിഡന്റ് ബിനോയ് ചെമ്പകശ്ശേരി ആമുഖ പ്രഭാഷണം നടത്തി. മനോജ് മൂത്തേടൻ MLA SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ സമ്മാനിച്ചു. അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് ബാങ്കിന്റെ ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്.
ഈ ബാങ്ക് കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് ഈ പ്രദേശത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സഹകരണ ബാങ്ക് എന്ന നിലയിലേക്ക് വളർന്ന് നമ്മുടെ നാട്ടിലെ സഹകാരികൾക്ക് ഏറെ ആശ്വാസമായിട്ടുള്ള ഒരു സ്ഥാപനമായി വളർന്ന് പന്തലിച്ച് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തത്തിൽ കടന്നു പോകുമ്പോഴാണ് ഈ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമായിട്ടുള്ള ഉന്നതമായ നേട്ടങ്ങളിൽ അവരെ ഒരു നാടൊന്നാകെ അനുമോദിക്കുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സുദിനം കൂടിയാണ് ഇന്ന്. നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും അവർ നേടിയെടുത്ത വിജയങ്ങളുമൊക്കെ ഒരു നാടൊന്നാകെ അവർക്ക് ആത്മവിശ്വാസം പകരുന്ന നിലയിൽ അവരെ അനുമോദിക്കുകയും അവർക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു ചടങ്ങായി ഈ ചടങ്ങ് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾക്കത് കരുത്തായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകും. നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ കോട്ടങ്ങളിൽ അടിപതറാതെയും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെയും നേട്ടങ്ങളിൽ അമിതമായി അഹങ്കരിക്കാതെയും എല്ലാ നേട്ടങ്ങളിലും കോട്ടങ്ങളിലുമൊക്കെ ഒരു മനോധൈര്യത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായി നിങ്ങൾക്ക് മാറാൻ കഴിയുന്നതിന് വേണ്ടി കൂടിയാണ് ഈ അനുമോദന ചടങ്ങ്. ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ നമുക്ക് നിരാശയുടെ നമുക്കറിയാം എപ്പോഴും ആഴങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരുപാട് മക്കളുള്ള ഒരു കാലം കൂടിയാണ്. ഒരുപാട് മക്കൾ ആത്മഹത്യ അഭയം പ്രാപിക്കുന്ന നാട് കൂടിയാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ, എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാനുള്ള കരുത്തും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങൾക്ക് ഇത്തരം അനുമോദന ചടങ്ങുകളൊക്കെ ലഭ്യമാവുകയാണ്. ചടങ്ങിൽ നിർധന രോഗികൾക്കുള്ള ചികിത്സാ സഹായം വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം മുബാസ് ഓടക്കാലി, അശമന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത സുഗു, അശമന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാജി സരിക, കോൺഗ്രസ് അശമന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PK ജമാൽ, വാർഡ് മെമ്പർമാരായ നിഷി ജബ്ബാർ, ബിന്ദു ബെസി, സനോജ് സി മത്തായി, MA തങ്കപ്പൻ, R ഹരികൃഷ്ണൻ, എൽദോസ് വർഗീസ്, KN പ്രഭ, ജസ്ന അഷ്റഫ്, അജീന നിസാർ, അനിത ജയൻ, അമ്പിളി രാജൻ, അർച്ചന സഹദേവൻ, ജോഷി പോൾ, സെക്രട്ടറി KN അനിൽ, ഭരണസമിതി അംഗങ്ങളായ KG എബ്രാഹിം, ജിൻസൺ ലൂയിസ്, NM നൌഷാദ്, ജിമ്മി ജോസഫ്, CV മുഹമ്മദ്, NP ശിവൻ, ബിന്ദു നാരായണൻ, സുബൈദ പരീദ്, LB ഐസക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.